നമസ്കാരം. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റുമായിരുന്നു നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ ഒരു തരത്തിലുമുള്ള മത വേർതിരിവില്ലെന്നും ഒരു തരത്തിലും ആളുകൾ വേർതിരിച്ച് കാണുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചർച്ചകൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള മറ്റൊരു ചർച്ചയ്ക്കാണ് ഇപ്പം തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടുള്ള വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു ആറ്റുകാൽ പൊങ്കാല നടന്നിരുന്നത്. അങ്ങനെ ഈ ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് രണ്ട് മൂന്ന് വ്യക്തികൾ എത്തിയിരുന്നു. ഈ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളുമല്ലായിരുന്നു. ഒന്ന് ഇസ്ലാം മതത്തിൽ പെട്ടിട്ടുള്ള റനീഷ റഹീം എന്ന് പറയുന്ന ഒരു നടിയായിരുന്നു ഒന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവര് നിരവധി സീരിയലിലെയും ബിഗ് ബോസിലെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു താരമായിരുന്നു. അതുപോലെ തന്നെ ബീന ആന്റണിയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമാണ് ഇവരുടെ മതത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടിരിക്കുന്നത്. അതായത് ഇവർ മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളാണ്, ഇവരെന്തിനാണ് ഹിന്ദു മതത്തിൽ പോയിട്ട് ഇത്തരത്തിലൊരു വിവരക്കേട് ചെയ്തത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ റെനിഷയെ പോലുള്ള ഈ ഒരു താരങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു റെനിഷ റഹീം എന്ന് പറയുന്ന ഈ ഒരു ബിഗ് ബോസ് താരത്തിന്റെ ഈ പോസ്റ്റിന് കീഴെ വന്നിട്ട് ഒട്ടനവധി ആളുകളാണ് തെറിയും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ചില സമീപനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ട് റനിഷ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റനിഷയെ പിന്തുണച്ചും അതുപോലെ തന്നെ റനിഷയ്ക്ക് എതിരായിട്ടും ഒട്ടനവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽമാരായിരുന്നു. ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അഖിൽമാരാർ റനിഷയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള മത തീവ്രവാദികളുടെ വാക്കുകളൊന്നും നമ്മൾ കേൾക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന റനിഷയ്ക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഉസ്താദ് ഉണ്ട്. അൻസാരി എന്നാണ് ഈ ഒരു ഉസ്താദിന്റെ പേര്. അദ്ദേഹം പലതരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം റനിഷ വിജയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഈ മോശം കമന്റുകളെയൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ വിമർശിക്കുകയാണ്. അദ്ദേഹം ഒരു മത പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ വസ്തുത നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഈ ഒരു അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നും എന്താണ് അതിന്റെ വസ്തുത എന്നും നമ്മൾക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. ആറ്റുകാൽ പൊങ്കാലയിട്ടതിന്റെ പേരിൽ നടി റനിഷ റഹ്മാനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബർ കൂടിയായ ഉസ്താദ് അൻസാരി സുഹരി. മുസ്ലിം കുടുംബങ്ങളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപം സോഷ്യൽ മീഡിയയിൽ ആങ്ങള ചമയുന്ന ഒരു പറ്റം യുവാക്കളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മതമെന്നാൽ വികാരമല്ലെന്നും മാന്യമായ ഉപദേശമാണെന്നും ഓർമ്മിപ്പിച്ച അൻസാരി സുഹരി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നവർ ആദ്യം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ് ശ്രമിക്കേണ്ടതെന്നും ഉപദേശിച്ചു. ഈ ആധുനിക കാലത്ത് മുസ്ലിം കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ശാപം ഫേസ്ബുക്ക് ആങ്ങളമാർ തന്നെയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവരെ ഉടുക്കാനും തട്ടമിടിയിപ്പിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മതം ഒരു തരം ലഹരിയായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ഓരോ പൗരനും ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. റനിഷ ഒരു ആർട്ടിസ്റ്റാണ്. അവർ എവിടെ പോകണം, എന്ത് വിശ്വസിക്കണം, എങ്ങനെ ചെയ്യണം എന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരെ ആക്ഷേപിക്കാൻ ആർക്കും അധികാരമില്ല. സഹോദര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ മതേതരത്വം. ഓണമായാലും ക്രിസ്മസ് ആയാലും സഹായങ്ങൾ നൽകി കൂടെ നിൽക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം. നാട്ടിലെ പെണ്ണുങ്ങളെ നന്നാക്കാൻ നടക്കുന്നവർ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സൈബർ ഇടങ്ങളിലെ മോശമായ കമന്റുകളിട്ട് ആളെ നന്നാക്കാൻ നോക്കുന്നത് ശുദ്ധ കാപട്യമാണ്. മറ്റുള്ളവരെ വിമർശിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ. വേറെ കുറെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് റനിഷ റഹ്മാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയതെന്ന് പറഞ്ഞ് അവരെ നന്നാക്കാൻ നടക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും ഇഷ്ടമുള്ളത് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിലും അവർ പോകും. നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ വീട്ടിൽ പെണ്ണുമ്പിള്ള മാന്യമായി നടക്കുന്നുണ്ടോ? അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളെ ഉടുപ്പിക്കാനും അവരെ നിസ്കരിപ്പിക്കാനും നീ നടക്കേണ്ട. ഇതിപ്പോ എന്തായി? ഒരു ബഹുസ്വരതയുടെ ഭിന്നതയില്ലേ? നീ ആദ്യം നന്നാവ്, എന്നിട്ട് നാട്ടുകാരെ മൊത്തം നന്നാക്കാൻ ശ്രമിക്കാം. അവനവന്റെ വിശ്വാസം ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ അവഹേളിക്കാതെ അവന്റെ പൗരസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കലാണ് യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്നത് മതമല്ല, മറിച്ച് ആനയ്ക്ക് പൊട്ടുന്ന മതമാണ്. ഒരു നന്മയ്ക്കും മതം തടസ്സമാകാൻ പാടില്ല. ഇത് കാപട്യത്തിന്റെ മതേതര കാലമാണെന്നും അദ്ദേഹം വിമർശിച്ചു.
ബിഗ് ബോസ് താരമായ റെനിഷ റഹ്മാൻ ആറ്റുകാൽ പൊങ്കാലയിട്ട ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഒരു വിഭാഗം ആളുകൾ താരത്തിനെതിരെ വിദ്വേഷ കമന്റുമായി രംഗത്തെത്തിയത്. റംസാൻ മാസത്തിൽ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത് മതത്തിന് വിരുദ്ധമാണെന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ റെനിഷയ്ക്ക് പിന്തുണയായി നിരവധി പ്രമുഖർ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്.